ERPയുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ERP. നമസ്കാരം. നമുക്ക് ഇന്ന് ERP അഥവാ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റങ്ങളുടെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാം. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി പൊതുവെ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. അന്ന് നല്ലപോലെ കിടന്ന് ഉറങ്ങുന്ന ഒരു പീരീഡ് ആയിരുന്നു ഹിസ്റ്ററി. ഞാനാണ് ഇന്ന് ഇപ്പോൾ ചരിത്രം പറയാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അന്ന് ചരിത്രം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വർഷങ്ങൾ വളരെയധികം ഓർമ്മ വെക്കണം എന്നുള്ളതായിരുന്നു നമുക്ക് ചരിത്രം പഠിക്കാൻ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ERPയുടെ ചരിത്രം വളരെ എളുപ്പമാണ്. കാരണം ഓരോ നിശ്ചിത 10 വർഷത്തിനുള്ളിലാണ് ഓരോ വികസനങ്ങളും നടന്നത്. എങ്ങനെ ERP വികസിച്ചു, ബിസിനസ് ഓപ്പറേഷൻ റെവല്യൂഷൻ ചെയ്തതും അതിന്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ എങ്ങനെ വളർന്നു എന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം. ഹിസ്റ്ററി ആണെന്ന് കരുതി ആരും ഉറങ്ങണ്ട കേട്ടോ. നിങ്ങളോടൊപ്പം ഞാൻ ഷെഫി ഷെരീഫ്, ദി ERP കൺസൾട്ടന്റ്. ERPയുടെ ഉത്ഭവം. ERPയുടെ ചരിത്രം 1960 നിന്നാണ് ആരംഭിച്ചത്. അന്ന് J.I. Case എന്ന ട്രാക്ടർ നിർമ്മാതാവ് IBMുമായി ചേർന്നിട്ടാണ് ആദ്യമായി MRP സിസ്റ്റം അഥവാ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് പ്ലാനിംഗ് എന്ന സിസ്റ്റം വികസിപ്പിച്ചത്. MRP സിസ്റ്റങ്ങൾ ഇൻവെന്ററി മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്നിവയിൽ മാനുഫാക്ചേഴ്സിന്റെ പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യാൻ സഹായിച്ചു. 1970 കൂടുതൽ കമ്പനികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. 1970-ൽ MRP സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കമ്പനികൾ ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കമ്പനികൾ ഉപയോഗിക്കാൻ തുടങ്ങിയവരുടെ ഫീച്ചേഴ്സ് കുറച്ചുകൂടി നന്നായാൽ കൊള്ളാമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന കമ്പനികൾക്ക് തോന്നി. 1980 MRP2. 1980-ലാണ് ERP സിസ്റ്റങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക ഘട്ടമായി മാനുഫാക്ചറിംഗ് റിസോഴ്സ് പ്ലാനിംഗ് അഥവാ MRP2 സിസ്റ്റങ്ങൾ നിലവിൽ വന്നത്. കൂടുതൽ ഫീച്ചേഴ്സുമായി വന്ന പുതിയ സൊല്യൂഷൻ ഇൻവെന്ററിയും റോ മെറ്റീരിയൽസ് പ്രൊക്യൂർമെന്റും മാനേജ് ചെയ്തതിന് പുറമെ മാനുഫാക്ചറിംഗ് പ്രോസസ്സും ചെയ്യുവാൻ കെൽപ്പുള്ളതായി. MRP2 സിസ്റ്റങ്ങൾ വിവിധ നിർമ്മാണ വിഭാഗങ്ങൾക്ക് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും മെച്ചപ്പെട്ട പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്ങും സപ്പോർട്ടും സഹായമായി. 1990 ERPയുടെ ജനനം. 1990-ലാണ് ERPയുടെ ജനനം എന്ന് പറയാം. MRP2ന്റെ കൺസെപ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ബിസിനസ് ഫങ്ഷൻസ് മുഴുവനായി ഉൾപ്പെടുത്തിക്കൊണ്ട് ERP സിസ്റ്റം ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ഗവേഷണ സ്ഥാപനമായ ഗാർഡനർ ആണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന പദം കൊണ്ടുവന്നത്. പുതിയ പേര് മാനുഫാക്ചറിംഗ് മാത്രമല്ല, മറ്റ് പല ബിസിനസ്സുകളും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു. 2000 ERP2. 2000-ൽ ഗാർഡനർ ഇന്റർനെറ്റ് എനേബിൾഡ് സിസ്റ്റം സൂചിപ്പിക്കാൻ ERP2 എന്ന ആശയം അവതരിപ്പിച്ചു. ERP സിസ്റ്റങ്ങൾ 1990-കൾ തുടർച്ചയായി വികസിച്ചു. ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റം 1998-ല് നെറ്റ്സ്യൂട്ട് ആദ്യമായി ക്ലൗഡ് ERP അവതരിപ്പിച്ചപ്പോഴാണ്. ക്ലൗഡ് ERPയിലൂടെ ബിസിനസ് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഏത് ഡിവൈസിലും വെബ് വഴി ബിസിനസ് ഡേറ്റ ആക്സസ് ചെയ്യാൻ ERP ക്ലൗഡിലായപ്പോൾ കമ്പനീസിനെ ഹാർഡ്വെയർ വാങ്ങാനും മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യമില്ലാതാക്കി. IT സ്റ്റാഫിന്റെ ആവശ്യം കുറച്ചു, ഇംപ്ലിമെന്റേഷൻ എളുപ്പമാക്കി. അങ്ങനെ മെറ്റീരിയൽ പ്ലാനിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ERP, AI, IoT, ബ്ലോക്ക് ചെയിൻ എന്നീ സാങ്കേതിക വിദ്യകളുടെ കൂടുതൽ പവർഫുൾ ആയും എഫിഷ്യന്റ് ആയും നമുക്ക് കാണാം. ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസിനെ വളർത്തുവാൻ സഹായിക്കുന്ന കൂടുതൽ സൊല്യൂഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye.